ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഞങ്ങളോട് ആശ്രയിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, നൽകിയിരിക്കുന്ന നല്ല ദിനത്തിനെ നിങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന ഈ ഭവനത്തെ ദേവസ്വത്തിൽ ഓർക്കുന്നു. GS ലീബാൽ മുദ്രയിടണമേ. ഇതിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്നെ അനുകരിക്കാനും നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് സമൃദ്ധിയായിട്ട് തീർക്കണമേ. പ്രത്യേക ഇന്ന് എന്റെ ജോലിയിൽ നിന്ന് ഒരുമിച്ചിരിക്കുന്ന പ്രിയദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നയോളം ദൈവമേ അവിടുന്ന് പരിപാലിച്ച എല്ലാ കൃപകൾക്കും അനുഭവങ്ങൾക്കുമായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. മുമ്പോട്ട് ദൈവമേ തിരുസാരത്തിൽ കൂടെ ഉണ്ടാകണം. നിന്നെ അറിഞ്ഞീവിക്കാനും അനേകർക്ക് ജീവിതത്തിൽ കൂടെ നല്ല മാതൃകളായിട്ട് അതിനെ സംഗതിയാക്കി തീർക്കണമേ. വാങ്ങിപ്പോരുമ്പങ്ങൾ വർദ്ധിച്ചവരെന്ന് ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പോലെ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനത്തിന്റെ കൃപയും വിശുദ്ധ സമുദ്ര സഹോദരത്തിന്മേലും കൂടെ വന്നിരിക്കുന്ന മിത്ര പരിപാടികളിലേക്കും നടക്കുവാനിരിക്കുന്ന എല്ലാ സമീപനങ്ങളും ഇപ്പോഴെല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. ഫംഗ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചടങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വിശിഷ്ടാതിഥികളെല്ലാം സ്റ്റേജിൽ സന്നിഹിതരായിട്ടുണ്ട്. ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥനയ്ക്കായി എല്ലാവർക്കും അന്വേഷിക്കാം. Thank you.
വർഗീസിൻ്റെയും 10 മക്കളാൽ അനുഗ്രഹീതമായ താന്നിക്കൽ കുടുംബം. അമേനൂർ തറവാട്ടം കുടുംബാംഗമായ ഞങ്ങളുടെ വല്യപ്പച്ചൻ 100 വർഷങ്ങൾക്ക് മുമ്പ് കൂരോപ്പടയിലെത്തുകയും താന്നിക്കൽ കുടുംബത്തിന് അടിസ്ഥാനം പാവുകയും ചെയ്തിരുന്നു. 2ാം തലമുറയിലെ 10 മക്കളിൽ ഇളയ പുത്രനായ ശ്രീ ടി.വി. വർക്കി തൻ്റെ 30 വർഷത്തെ സ്തുത്യർഹമായ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം കേരള പോലീസ് സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. ഈ അവസരത്തിൽ താന്നിക്കൽ കുടുംബം അദ്ദേഹത്തിൻ്റെ ഈ റിട്ടയർമെൻറ്റിൻ്റെ ഭാഗമാവുകയാണ്. ഈ ചടങ്ങിലേക്ക് എല്ലാ വിശിഷ്ടാതിഥികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായ പാപ്പനെ തന്നെയാണ്. പാപ്പന് ഈ ഒരു ഔദ്യോഗിക ചടങ്ങിലേക്ക് സ്വാഗതം. അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു പരിപാടി ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള സിനി ആർട്ടിസ്റ്റ് ശ്രീ പ്രേംകുമാർ, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള DYSP R. മധു സാർ, അദ്ദേഹത്തെ ഞാൻ ഈ ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് നമ്മുടെ ഇടവകയുടെ സഹവികാരി ഫാദർ അലക്സാണ്ടർ ജോസഫിനെയും ഞാനിവിടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ 7ാം വാർഡിൻ്റെ മെമ്പർ ശ്രീ അനിൽ കുരബുഡ അവർകളെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്തായിട്ട് CPMൻ്റെ LC സെക്രട്ടറി ശ്രീ വിനോദ് ESനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് BJP ജില്ലാ സെക്രട്ടറി ശ്രീ സോബിൻലാൽ അവர்களെയും ഞാൻ ഈ വേദിയിലേക്ക് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ TN ജോർജ് അവர்களെയും ഞാൻ വിനീതപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പഞ്ചായത്ത് മെമ്പറായ ശ്രീമതി ദീപ്തി വിനീതിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. വളരെ ബഹുമാനത്തോടുകൂടി ഞാൻ ആദ്യമേ പറയേണ്ട ആളായിരുന്നു, ഞാൻ വിട്ടുപോയി, ക്ഷമിക്കണം. നമ്മുടെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ സജി സാറിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. Good afternoon to one and all who gathered here. Our respected dignitaries, my dear friends and all-time favorite Thanikans. ഞാൻ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ്, ഈ ചടങ്ങ് അപ്രതീക്ഷിതമല്ലെങ്കിലും എന്നിൽ അധ്യക്ഷ പദവി ലഭിച്ചത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാവരും പാപ്പൻ എന്ന് വിളിക്കുന്ന കുറേ പേര് ബിനോയ് എന്ന് വിളിക്കും, മറ്റു ചിലർക്ക് വർഗീസ് സാറ് ഒക്കെയായ ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട അപ്പാപ്പന് ഇങ്ങനെ ഒരു ഔദ്യോഗിക ചടങ്ങിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുവാൻ ഒരു ഭാഗ്യം ലഭിച്ചതിൽ അതിന് അവസരം ഉണ്ടാക്കി തന്ന എല്ലാവർക്കും ആദ്യമേ നന്ദി അറിയിക്കുകയാണ്. അമേരിക്കൻ ഫിസിഷ്യൻ, പോയറ്റ് ആൻഡ് ഹ്യൂമറിസ്റ്റ് ആയിരുന്ന ഒലിവർ ഹോംസ് പറയുന്ന ഒരു കാര്യം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്, അധികം ദീർഘിപ്പിക്കുകയില്ല. Men do not quit playing because they grow old. They grow old because they quit playing. ആളുകൾ അല്ലെങ്കിൽ വ്യക്തികൾ അവൻ്റെ കളിതമാശകൾ പ്രായം ഏറുന്തോറും ഒരു കാരണവശാലും ഉപേക്ഷിക്കുന്നില്ല. എന്നാൽ നമ്മൾ എന്നാണോ ഈ കളിയും തമാശയും ഉപേക്ഷിക്കുന്നത്, അന്ന് മുതൽക്കാണ് ഒരു വ്യക്തി പ്രായാധിക്യത്തിലേക്ക് എത്തിയെന്ന് അവനും സമൂഹത്തിനും തോന്നി തുടങ്ങുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രിയരെ,
സോണി അച്ഛന് സ്വാഗതം പറയാൻ അനിയൻ കുഞ്ഞി വിട്ടുപോയി. സമയം ക്ഷമിക്കണം. അച്ഛന് ഞങ്ങളുടെ അറിവില്ലായ്മയൊക്കെ അറിയാവുന്നയാളാണ്. അതുകൊണ്ട് ആമുഖമില്ലാതെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നേരത്തെ കുഞ്ഞി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ താന്നിക്കലെ TM വർഗീസിൻ്റെയും റേച്ചൽ വർഗീസിൻ്റെയും ദശപുഷ്പങ്ങളിൽ 10ാമനായി പിറന്ന നമ്മുടെ വർഗീസാറ് 1970 ഏപ്രിൽ 8-ാം തീയതി പിറന്ന അദ്ദേഹം ചെറുപ്പകാലം തൊട്ട് പാഠ്യേതര പ്രവർത്തനങ്ങളിലൊക്കെ വളരെ താല്പര്യം കാണിച്ചിരുന്ന ഒരാളാണെന്നും ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ കോളേജ് പഠന കാലഘട്ടത്തിൽ ഞങ്ങൾ ഈ പ്രായത്തിൽപ്പെട്ട ഞാനും സോണിയും ഞങ്ങളുടെ ചേട്ടായിയും ഏകദേശം ഈ പ്രായത്തിൽപ്പെട്ടവരെല്ലാം ഓർക്കുന്നുണ്ട്. വളരെ മസിലൊക്കെ ഉരുട്ടി ഇപ്പോഴത്തെ 6 പാക്ക് പിള്ളേരുടെ സ്റ്റൈലിൽ താന്നിക്കൽ കുടുംബത്തിൽ ആദ്യമായിട്ടും ഒരുപക്ഷെ അവസാനമായിട്ടും കണ്ട ഒരാളായിരുന്നു നമ്മുടെ എല്ലാവരുടെയും വർഗീസാറ്. അതുപോലെ തന്നെ കലാരംഗത്തോട് എന്തെന്നില്ലാത്ത ഒരു അഭിനിവേശം അദ്ദേഹം എപ്പോഴും പ്രകടിപ്പിക്കുന്നതായി കണ്ടിട്ടുണ്ട്. ചെന്നാമറ്റത്ത് ആ കാലഘട്ടത്തിലൊക്കെ വടംവലി നടക്കുമ്പോൾ അവിടുത്തെ സ്ഥിര സാന്നിധ്യവും കൂരോപ്പട്ട ടീമിൻ്റെ സ്ഥിര അംഗവുമായിരുന്നു. എനിക്ക് തോന്നുന്നു അതിനുള്ള അത്യധികമായ താല്പര്യമായിരിക്കാം ഒരുപക്ഷെ കോട്ടയം ജില്ലാ പോലീസ് ടീമിൻ്റെ വടംവലി ടീം അംഗമായും ക്യാപ്റ്റനായും കുറച്ച് നാൾ കോച്ചായും ഒക്കെ ഒരുപക്ഷെ അദ്ദേഹം മാറിയതിന് കാരണവും ആ അതിയായ താല്പര്യം ആയിരുന്നു എന്ന് ഞാൻ കരുതുകയാണ്. പിന്നീട് കൂട്ടുകാർക്കോ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ അധികം ആർക്കും തന്നെ പരിഭവങ്ങളോ പരാതിയോ ഇല്ലാത്ത അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലഘട്ടം ഏകദേശം 30 വർഷം കൊണ്ട് 2 വർഷം കൂടി ഇനി അവശേഷിക്കുന്നുണ്ടെങ്കിൽ തന്നെ 30 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. പിന്നീട് ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ഞങ്ങളെല്ലാം കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ കോളേജിൽ ഞങ്ങളുടെയൊക്കെ ഹൗസിൻ്റെ കുറേയധികം പ്രോഗ്രാമുകൾക്ക് കൂട്ടുകാരെ ട്രെയിൻ ചെയ്യാനായിട്ട് ഇദ്ദേഹം വന്നു. ഞങ്ങൾ ഈയിടയ്ക്ക് ഫേസ്ബുക്കിൽ ഇദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ഷെയർ ചെയ്ത സമയത്ത് KG കോളേജിൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച 92-94 ബാച്ചിൽ പഠിച്ച ഒരു കൂട്ടുകാരൻ ഇന്നും ആ മുഖം ഓർക്കുന്നു എന്ന ഡോണി, സൗത്ത് വാമ്പടി കുറ്റിക്കലുള്ള ഡോണി ആ ഓർമ്മ പങ്കുവെച്ചതും വിതരണത്തിൽ ഞാൻ സന്തോഷപൂർവ്വം അപ്പാപ്പയെ അറിയിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ ഇപ്പം ഇവിടെ ടിൻഡു പറഞ്ഞു, ഇച്ചിരി അധികമായിട്ടങ്ങ് പറഞ്ഞു പോയി. എങ്കിലും ഞങ്ങളുടെ ചെറിയ ട്യൂഷൻ സെൻ്ററിൻ്റെ അനേകം പ്രവർത്തനങ്ങളിൽ ഓണാഘോഷ പരിപാടികളിലും കുട്ടികളുടെ പ്രോഗ്രാമിനൊക്കെ ജഡ്ജ് ചെയ്യാനും ചില സമയങ്ങളിൽ പ്രോഗ്രാം അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തതും നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. അതുപോലെ തന്നെ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെ അമ്മ എപ്പോഴും പറയുമായിരുന്നു, ഇവിടെ എല്ലാവരും ചേച്ചി എന്ന് വിളിക്കുന്ന അമ്മ ഇവിടെ വന്ന സമയത്ത് ഈ ഇന്ന് റിട്ടയറായ, ഔദ്യോഗികമായിട്ട് റിട്ടയറായി അല്ലെങ്കിൽ റിട്ടയർഡ് SI എന്ന് നാമകരണം ചെയ്യപ്പെടുന്ന ഈ വർഗീസാറിന് വെറും 1.5 വയസ്സ് പ്രായമെന്ന് അമ്മ പലവട്ടം പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഞങ്ങൾ 2 പേരെയും കൂടാതെ മറ്റൊരു മകനെ പോലെ ആ ഒരു വാത്സല്യമൊക്കെ പലപ്പോഴും സംസാരിക്കുമ്പോൾ ഓർമ്മയിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ കാണുന്ന അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ എൻ്റെ അറിവിലുള്ള സമയപരിമിതി മൂലം ഫാമിലിയിലുള്ള ഒത്തിരി കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടും ഇൻവോൾവ് ആകാൻ സാധിക്കാത്ത അപൂർവം ചിലരിൽ ഒരാളാണ് ഞാൻ. എങ്കിലും മനസ്സിലാക്കിയ പ്രകാരം ഈ സഹജീവികളോട് അല്ലെങ്കിൽ നമ്മുടെ അപ്പച്ചനെ കാണിച്ചുകൊണ്ടിരുന്ന പോലെ പ്രയാസം ബുദ്ധിമുട്ടോ അനുഭവപ്പെടുന്നവർ അവരുടെ വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് വിധേനയും അവരെ സഹായിക്കാൻ വേണ്ടി മനസ്സ് കാണിച്ചിരുന്ന ഒരാളാണ് എന്നും ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന വളരെ കുറച്ച് പേർക്കേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുകയാണ്. ഈ സഹജീവികളോടുള്ള കരുണയും കാരുണ്യവും താല്പര്യവും അവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനവും ഒക്കെ
ചില സമയങ്ങളിൽ ഫേസ്ബുക്കിൽ പോസ്റ്റുകളിലൊക്കെ കൂടെ നാട്ടിലുള്ള ആളുകൾ പോസ്റ്റ് ചെയ്തൊക്കെ വായിക്കാനും അത് കണ്ട് സന്തോഷിക്കാനൊക്കെ ഇട വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ അതിനുള്ള ആത്മാർത്ഥതയുടെ ഫലമായിരിക്കാം ഒരുപക്ഷെ 2018 പ്രളയ കാലഘട്ടത്തിൽ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ 2018 കാലഘട്ടത്തിൽ പ്രവർത്തനത്തിലിരുന്നപ്പോൾ മികച്ച റിപ്പോർട്ടിങ്ങിന് അദ്ദേഹത്തിന് ADGP നേരിൽ വിളിച്ച് അപ്രീസിയേഷൻ അറിയിച്ച കാര്യവും ഇത്തരുണത്തിൽ എല്ലാവരുമായിട്ട് പങ്കുവെക്കാൻ സന്തോഷമുണ്ട്. 1994 ഏപ്രിൽ മാസം 4-ാം തീയതി സർവീസിൽ കയറി പാമ്പാടി, അയർക്കുന്നം, പള്ളിക്കത്തോട്, മുൻകുന്നം സ്റ്റേഷനുകളിൽ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം കഴിഞ്ഞ 6 വർഷമായി കോട്ടയം സ്പെഷ്യൽ ബ്രാഞ്ച്, സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ സേവനമനുഷ്ഠിക്കുന്ന നമ്മുടെ വർക്കി സാറ് ഇന്നിതാ റിട്ടയർഡ് SI ആയി നമുക്ക് മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. എന്നും എല്ലായ്പ്പോഴും കുടുംബാംഗങ്ങളോട് വളരെയധികം താല്പര്യവും സ്നേഹവും പ്രകടിപ്പിച്ചിരുന്ന ഒരു പക്ഷേ കുടുംബത്തിൻ്റെ ഒരു ക്രൈസിസ് മാനേജർ എന്നുള്ള പദവിക്ക് പോലും അർഹനാണ് ഇദ്ദേഹമെന്ന് എനിക്ക് തോന്നുകയാണ്. എന്ത് പ്രശ്നം വന്നാലും കുടുംബത്തിലുള്ളവർ ഒരുപക്ഷെ ആദ്യം അഭിപ്രായം തോന്നുന്നത് ഈ ഏറ്റവും ഇളയവനും എളിയവനുമായ ഇദ്ദേഹത്തോടാണ് എന്നുള്ളത് തന്നെ കുടുംബത്തിൽ അദ്ദേഹത്തിന് പ്രാധാന്യം എന്തുമാത്രം ഉണ്ട് എന്ന് ഏവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഫാദർ ഉൾപ്പെടെയുള്ള എല്ലാ മുതിർന്ന, ഏറ്റവും ഇളയ ആളാണെന്ന് പറഞ്ഞപ്പോൾ അറിയാമല്ലോ, എല്ലാ മുതിർന്നവർക്കും ഒരു ഇളയ സഹോദരനും മക്കളായ ഞങ്ങൾക്കൊക്കെ കൂട്ടുകാരനും കുഞ്ഞു മക്കൾക്ക് പോലും കൂട്ടുകാരനുമായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട, എല്ലാവരും വിളിക്കുന്ന പോലെ ഞാനും വിളിക്കുകയാണ്, പാപ്പന് കുടുംബത്തിൻ്റെ ആദരവ് നല്ല നിറഞ്ഞൊരു കയ്യടിയോടെ അറിയിക്കണമെന്ന്. താങ്ക് യു. വീണ്ടും ഇന്നത്തെ ദിവസത്തെ ഈ കുടുംബത്തെ സംബന്ധിച്ച് ഒരു 3-4 വ്യത്യസ്ത രീതികളിൽ കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പറഞ്ഞു ഉടനെ അവസാനിപ്പിച്ചോളാം. ഒന്ന്, കുടുംബത്തിന് ഇതൊരു സന്തോഷത്തിൻ്റെ ദിനമാണ്. എല്ലാവരും ഒത്തുകൂടി എന്നുള്ള സന്തോഷം ഒരു വശത്ത്, പിന്നെ ഈ എപ്പോഴും ചിരിക്കുന്ന നിത്യയൗവനമായ പാപ്പനെ ഞങ്ങൾക്ക് ഫുൾ ടൈം സർവീസിന് കുടുംബത്തിൽ കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷം. രണ്ടാമതൊരു ദിനം ഇതൊരു സൗഹൃദത്തിൻ്റെ ദിനമാണെന്ന് തോന്നുന്നു. ഒത്തിരിയേറെ സുഹൃത്തുക്കൾ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും നാട്ടിലുള്ളതും സർവീസിലിരിക്കുന്നവരുമായ അനേകം സുഹൃത്തുക്കളെ കാണുന്നു. വളരെയേറെ സന്തോഷമുണ്ട്. അങ്ങനെ ഒരു സൗഹൃദത്തിൻ്റെ സായാഹ്നമായും ഇന്നേ ദിവസത്തെ വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ കാലത്തും ഏത് മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു ടീം മാനാണ്. അപ്പോൾ ഞാനിങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയാണ്. അതിശയോക്തി ഒട്ടും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഹി വാസ് എ ടീം മാൻ, ഹി ഈസ് എ ടീം മാൻ ആൻഡ് ഹി വിൽ ബി എ ടീം ക്യാപ്റ്റൻ. അതുപോലെ തന്നെ സമൃദ്ധിയുടെ സായാഹ്നം എന്ന് ഞാൻ ഇന്നത്തെ ദിവസത്തെ ഒന്ന് ചെറുതായി വിശേഷിപ്പിക്കുകയാണ്. അത് അപ്പുറത്ത് കാണുന്നതിനെ കുറിച്ചുള്ള സമൃദ്ധിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ദൈവത്തിൻ്റെ വലിയ സമൃദ്ധമായ അനുഗ്രഹം ലഭിച്ച അനേകം ആളുകളുടെ സാന്നിധ്യം ഉള്ള ഈ ചെറിയ സദസ്സ് വളരെ സമൃദ്ധമായത് എന്ന് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സന്തോഷത്തിൻ്റെ സായാഹ്നം എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇവിടെ ആരെങ്കിലും ഇദ്ദേഹത്തിന് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നതിനകത്ത് ഞാൻ ഗ്രൗണ്ട് റിപ്പോർട്ട് എടുത്തിട്ട് പറയുക കേട്ടോ. ഗിഫ്റ്റ് കൊടുക്കുന്നതിനകത്ത് ആരെങ്കിലും മൈക്ക് വല്ലതും കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കെല്ലാം ഒരു ഭയമുണ്ട്. ഇനിയിപ്പോൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് പാടി ഞങ്ങളെ തകർക്കുമോ എന്നൊരു ഭയവും ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ്. അതുപോലെ തന്നെ സങ്കടത്തിൻ്റെ സായാഹ്നം എന്നും കൂടെ അവസാനം ഇതിനെ ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ഇദ്ദേഹത്തിന് കൂടുതൽ സമയം നമുക്ക് കിട്ടി എന്നുള്ളൊരു നമുക്ക് സന്തോഷമുണ്ടെങ്കിൽ തൻ്റെ സുഹൃത്തുക്കൾക്ക് ഇദ്ദേഹം നമ്മുടെ ഇവിടെ എന്താണോ ഒരുപക്ഷെ അതിലധികം എന്താ പറയണ്ടേ, ആ ഗ്രൗണ്ട് റിയാലിറ്റിയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല ആസ്വദിച്ച് സേവനം ചെയ്യുന്ന ഒരാളായിരിക്കാം സേവന മേഖലയിൽ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിനൊക്കെ മറുപടി പറയാൻ ഇവിടെ ആളുകളെ സാർമാരുണ്ട്. അപ്പോൾ അങ്ങനെ അവരെയൊക്കെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ സൗഹൃദം ചെറിയ രൂപത്തിലെങ്കിലും കുറേ മണിക്കൂറുകളിലെങ്കിലും, ഒരു ദിവസത്തിലെ കുറേ മണിക്കൂറുകളിലെങ്കിലും നഷ്ടം അവർക്കുണ്ടാകുമല്ലോ എന്നുള്ളതുകൊണ്ട് ഇതൊരു സങ്കടത്തിൻ്റെ സായാഹ്നമാണോ അവർക്ക് എന്നും സംശയിക്കുകയാണ്. 1-2 കാര്യങ്ങളോടെ പറഞ്ഞ് നിർത്തിയേക്കാം. ശൈലി ആൻ്റിയുടെ
സ്നേഹത്തിനും കരുതലിനും അതുപോലെ തന്നെ വർഷയുടെ ശാസനത്തിനും വിധേയനായി ശിഷ്ടകാലം അഥവാ കഴിഞ്ഞ ചാപ്റ്റർ അവസാനിപ്പിച്ച് ചാപ്റ്റർ 2 തുടങ്ങാനും എല്ലാവിധ ആശംസകളും നേരുകയാണ് കുടുംബത്തിന് വേണ്ടി. അതുപോലെ തന്നെ നമ്മൾ ആദ്യമേ ഞാൻ ഒലിവർ ഹോംസിനെ പരാമർശിച്ചുവെങ്കിൽ അവസാനം ഞാൻ ബെർണാഡ് ഷോയെ കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തിക്കോളാം. ഇതെല്ലാം പറയുന്നത് ഞാൻ ഉൾപ്പെടെ എന്നെ കേൾക്കുന്നവർക്കാണ്. നമുക്ക് മാത്രമേ പ്രായമാവുന്നുള്ളൂ. ആ മുഖത്തോട്ട് നിങ്ങൾ നോക്കുക. എൻ്റെ താടി ഇത്രയും നരച്ചു, അതിനകത്തോണ്ട് ഒരു കുറ്റി ഒരു നരച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണേലും അപ്പം അങ്ങനെ അദ്ദേഹത്തിന് നിത്യ യൗവനമാണ്. എന്തായാലും പ്രായം കൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെ ബെർണാഡ് ഷോ, ജോർജ് ബെർണാഡ് ഷോ നമുക്ക് നൽകുന്നതോടെ പങ്കുവെച്ചുകൂടെ ഞാൻ നിർത്തിക്കോളാം. You don't stop laughing when you grow old. You grow old when you stop laughing എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ പ്രായമേറി എന്നതിൻ്റെ പേരിൽ ചിരി നമ്മൾ നിർത്തുന്നില്ല. എന്നാണ് നമ്മുടെ ചിരി നമ്മൾ ഉപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ നിർത്തി തുടങ്ങുന്നത്, അന്ന് മുതലാണ് നമുക്ക് പ്രായമാകുന്നത്. അതുകൊണ്ട് ഒത്തിരി ചിരിക്കാം, ഓർത്തോർത്ത് ചിരിക്കാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ലവ് യു ഓൾ. താങ്ക് യു. ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ സജി സാർ, ആദരണീയനായ ക്രൈംബ്രാഞ്ച് DYSP ശ്രീ മധു സാർ, കൂടാതെ ഈ വേദിയിൽ സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരും പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ആളുകൾ, ഞാൻ ആദ്യം എന്നെ തന്നെ അത് പരിചയപ്പെടുത്താം. എൻ്റെ പേര് മനു പ്രകുമാർ. ഇവിടെ അടുത്ത് കോത്തലയിലാണ് എൻ്റെ സ്ഥലം. ഞാനിപ്പോൾ കന്യാദാനം എന്ന സൂര്യ TV സീരിയലിൽ 2 വർഷമായിട്ട് നല്ലൊരു വേഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മൾക്ക് ഓരോരുത്തർക്കും വളരെയധികം പ്രിയപ്പെട്ട നമ്മുടെ വർക്കി സാർ നിങ്ങളുടെ എല്ലാം പാപ്പൻ്റെ റിട്ടയർമെൻറ്റ് സെറിമണി ഉദ്ഘാടനം ചെയ്യുന്ന ഈ വേളയിൽ 1-2 കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. വ്യക്തിബന്ധങ്ങൾക്കും മനുഷ്യ സ്നേഹങ്ങൾക്കും ഒരു വിലയും കൽപ്പിക്കാത്ത ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വ്യക്തിബന്ധങ്ങളെയും മനുഷ്യത്വത്തെയും ചേർത്ത് പിടിക്കുവാൻ ഇദ്ദേഹം കാണിക്കുന്ന ഈ ആത്മാർത്ഥമായ സ്നേഹം എനിക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 1-2 ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും വാട്സാപ്പ് കൂട്ടായ്മകളിലും നമ്മുടെ പ്രിയപ്പെട്ട വർക്കി സാറിനെ പറ്റി ഓരോരുത്തർ ഇടുന്ന പോസ്റ്റുകൾ കാണുമ്പോൾ അദ്ദേഹം കുടുംബ ബന്ധങ്ങളെയും വ്യക്തിബന്ധങ്ങളെയും എത്ര ഇഴയ അടുപ്പത്തോടു കൂടിയാണ് ചേർത്ത് പിടിക്കുന്നതെന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കും. എനിക്ക് അദ്ദേഹവുമായിട്ട് ദീർഘനാളത്തെ പരിചയമൊന്നുമില്ല. കഴിഞ്ഞ 2 വർഷക്കാലത്തെ പരിചയം മാത്രമേ ഉള്ളൂ സാറുമായിട്ട്. എനിക്ക് വളരെ യാദൃച്ഛികമായിട്ടാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്. ഞാനൊരു മെഡിക്കൽ റെപ്പ് കൂടിയാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ മണ്ണർകാട് സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് എസൻപുരത്ത് ഒരാളെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ വഴി വന്നപ്പോൾ സാറ് ഈ ചെമ്പരത്തിമൂട് കവലയിൽ വെച്ച് എന്നെ കൈ കാണിച്ചു. അപ്പം കൈ കാണിച്ചപ്പം എനിക്ക് സാറിനെ മനസ്സിലായി. കാരണം ഇവിടെ സജി സാറിൻ്റെ ട്യൂഷൻ സെൻറ്ററിലാണ് എൻ്റെ മോള് 7ാം ക്ലാസ് മുതൽ പഠിച്ചത്. അപ്പം സജി സാറിൻ്റെ ശിഷ്യയാണ് മോളിപ്പോൾ MSc സൈക്കോളജിസ്റ്റാണ്. അപ്പം സജി സാറിനെ പ്രത്യേകം തിരക്കതായി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സാറ് കൈ കാണിച്ചപ്പോൾ തന്നെ വർക്കി സാറ് കൈ കാണിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഇദ്ദേഹത്തിൻ്റെ അന്ന് കണ്ട രൂപം, അന്ന് അദ്ദേഹം യൂണിഫോമിലായിരുന്നു അവിടെ വന്നിരുന്നത്. കൂടാതെ അന്ന് അദ്ദേഹം ഒരു പാട്ടും കൂടെ പാടിയായിരുന്നു. അതുകൊണ്ട് ഞാനത് ആ മുഖം എനിക്ക് വളരെ വ്യക്തമായിരുന്നു. അദ്ദേഹം കൈ കാണിച്ചപ്പോൾ ഞാൻ വണ്ടി നിർത്തി ഉടനെ സാറ് ചോദിച്ചു എങ്ങോട്ടാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ മണ്ണർകാട് വരെ ഉണ്ട്. അപ്പം എന്നാൽ ഞാനും കൂടെ എനിക്ക് കോട്ടയത്തിന് പോകേണ്ടതാണ്, വളരെ അത്യാവശ്യമായിട്ട് പോകേണ്ടതാണ്, ഞാനിവിടെ കയറാമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ കയറി. ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ എന്നോട് ചോദിച്ചു എന്താണ് ജോലി. ഞാൻ പറഞ്ഞ മെഡിക്കൽ റെപ്പാണ്, പേര് മനു എന്നാണെന്നൊക്കെ പറഞ്ഞപ്പോൾ സാർ വലിയ മൈൻഡൊന്നും ചെയ്തില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞ് എവിടെയോ ഞാൻ കണ്ട് നല്ല പരിചയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയും സാറേ ഞാനൊരു സീരിയൽ ആർട്ടിസ്റ്റ് കൂടിയാണ്. ഇപ്പം സൂര്യ TV കന്യാദാനം സീരിയലിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട്. കൂടാതെ എൻ്റെ സഹോദരൻ, എൻ്റെ ബ്രദർ ചന്ദനമഴ എന്ന സീരിയലിൽ പ്രതീഷ് നന്ദൻ, ഇവിടെ പാമ്പാടിക്കാരൻ, അവൻ
ചന്ദനമഴി എന്ന സീരിയൽ ആർട്ടിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞപ്പം സാറിൻ്റെ മുഖത്തൊരു തെളിച്ചം കണ്ടു. അപ്പോൾ ഞാൻ മനസ്സിലായി സാറ് ഒരു കലാകാരനാണ്. അപ്പോൾ പിന്നെ സാറ് വാദോരാതെ പറയാൻ തുടങ്ങി. സാറൊരു നല്ല പാട്ടുകാരനാണ്, നന്നായിട്ട് നൃത്തം ചെയ്യും, നാടകം അഭിനയിക്കും, നാടകം എഴുതും, കുടുംബമേളകളിലും പോലീസ് കലാപരിപാടികളിലൊക്കെ സാറ് സ്റ്റാറാണ്. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു കലാകാരനുണ്ട്. ആ മുഖത്തെ തെളിച്ചം വെളിച്ചമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ, ഈ നിമിഷം വരെ അദ്ദേഹമായിട്ട് സംസാരിക്കുവാനും എല്ലാ ദിവസവും മെസ്സേജ് ഇടുവാനും വളരെ സ്നേഹത്തോടെ സംസാരിക്കുവാനും ഒക്കെ കാണിക്കുന്ന ആ താല്പര്യം, വളരെ ആ മനുഷ്യത്വത്തിൻ്റെ ആ മുഖം, ഒരു പോലീസുകാരൻ എന്നതിലുപരി അദ്ദേഹം കാണിക്കുന്ന ആ സ്നേഹം, ആ എളിമ, അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് സിദ്ധിച്ചു. കൂടാതെ കഴിഞ്ഞ സീസണിൽ ഞങ്ങൾ ശബരിമലയ്ക്ക് പോകുന്ന അവസരത്തിൽ ഞാനും പ്രതീക്ഷ നന്ദനും എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളും പോകുമ്പോൾ എല്ലാ വർഷവും അവൻ പ്രതീക്ഷയാണ് വിളിച്ച് അവിടെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്. എന്തെങ്കിലും പരിചയമുള്ള പോലീസ് ഓഫീസർമാരെ വിളിച്ച് ഞങ്ങൾക്ക് ദർശനം കിട്ടുന്നതാണ്. പക്ഷേ ഇത്തവണ എനിക്കൊരു വെയിറ്റ് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു വേണ്ടപ്പെട്ട ആളുണ്ട്, വർക്കി സാറുണ്ട്, ഞാൻ അദ്ദേഹത്തോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ സാറിനെ വിളിച്ചു. സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ ഇന്ന ദിവസം ഞങ്ങൾ ശബരിമലയ്ക്ക് പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനോർത്ത് സാർ ആ തിരക്കിൻ്റെ ഇടയ്ക്ക് അതെല്ലാം മറന്നുപോയി കാണുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ആ കൃത്യ ദിവസം ഞങ്ങൾ പോകുന്ന അന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് സാറിനോട് ചോദിച്ചു, മനു നിങ്ങൾ എന്നാണ് ശബരിമല, ഇന്നല്ലേ പോകുന്നത്, എത്ര മണിക്കാണ് ഇവിടുന്ന് പോകുന്നത്, എത്ര മണിക്ക് അവിടെ എത്തിച്ചേരുമെന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്നേരം അദ്ദേഹത്തിൻ്റെ ആ മനസ്സിൻ്റെ ആ വലിപ്പം, മതത്തിന് അതീതമായി ചിന്തിക്കുന്ന ആ മനസ്സിൻ്റെ കഴിവ്, അതൊക്കെ എനിക്ക് വളരെയധികം എനിക്ക് ഒരു ആരാധന തോന്നിയ നിമിഷങ്ങളാണ്. അപ്പോൾ ഈ നിമിഷത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഞാനതൊക്കെ ഓർത്തു പോവുകയാണ്. അപ്പോൾ വളരെ മനോഹരമായി, വളരെ കൃത്യമായിട്ട് അദ്ദേഹം, ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് തന്നെ ഒരു പോലീസ് ഓഫീസർക്ക് എൻ്റെ നമ്പർ കൊടുക്കുകയും അദ്ദേഹം വിളിച്ച് ഞങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ദർശനം ഒരുക്കി തരികയൊക്കെ ചെയ്തു. അതൊക്കെ മതത്തിന് അതീതമായിട്ട് ചിന്തിക്കാൻ ഇന്നത്തെ കാലത്ത് ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കൂ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ മനോഹരമായ ഈ സന്ധ്യയിൽ, നിങ്ങൾ കുടുംബാംഗങ്ങളെല്ലാം ഒത്തുകൂടിയ ഈ വേളയിൽ ഇദ്ദേഹത്തിൻ്റെ ഈ കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്യുവാൻ എന്നെ വിളിച്ചതിൽ ഞാൻ എന്നുമെന്നും കടപ്പെട്ടിരിക്കുന്നു. ഈ റിട്ടയർമെൻറ്റ് സെറിമണി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട പാപ്പന് ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി റിട്ടയർമെൻറ്റ് ജീവിതം ധന്യമാക്കുവാനുള്ള അവസരം ജഗദീശ്വരൻ കൊടുക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. രാത്രിയിൽ നക്ഷത്രങ്ങൾ ഒരുപാടുണ്ടാകും വെളിച്ചം പകരുവാൻ, പക്ഷേ പകൽ ഒരു സൂര്യൻ മാത്രമേ കാണുകയുള്ളൂ. അതുപോലെ നിങ്ങളുടെയൊക്കെ, എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും മനസ്സിൽ പാപ്പൻ ഒരു നക്ഷത്രമായി, ഒരു സൂര്യനായി ഉദിച്ചുയർന്ന് എന്നുമെന്നും നമ്മൾക്ക് വഴികാട്ടിയായി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി പ്രേംകുമാർ. അടുത്തതായി നമ്മുടെ പാപ്പനെ ആദരിക്കൽ ചടങ്ങാണ്. ആ ചടങ്ങിലേക്ക് നമ്മുടെ പ്രശസ്ത സീരിയൽ താരം പ്രേംകുമാറിനെ ക്ഷണിക്കുന്നു. വർക്കി സാറിന് ഒരു മെമെൻറ്റോ നൽകുവാനായിട്ട് ആർ മധു സാറിനെ ദയവായി ക്ഷണിച്ചുകൊള്ളുന്നു. മധു സാറിനെ സാധാരണ ക്ഷണിച്ചുകൊള്ളും. ബഹുമാനരായിട്ടുള്ള സദസ്സിലുള്ളവരെ, പ്രിയങ്കരനായ എൻ്റെ സഹപ്രവർത്തകൻ വർക്കി പാപ്പൻ, നിങ്ങളുടെ എല്ലാവരുടെയും വർക്കി പാപ്പൻ, മറ്റ് സുഹൃത്തുക്കളെ, എൻ്റെ സഹപ്രവർത്തകരെ, നാട്ടുകാരെ, ഞാനിങ്ങോട്ട് പോരുന്ന വഴിക്ക് അലങ്കാരങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് പറയുമായിരുന്നു, ശരിക്കും വർക്കിക്കുന്ന ജോലി കിട്ടിയതാണോ അതോ റിട്ടയർ ആയതാണ്? അത്ര മനോഹരമായ രീതിയിലാണ് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ വിടവാങ്ങലല്ല, ശരിക്കും നിങ്ങളിലേക്ക് തിരിച്ചു വരവ് നിങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതിൽ വളരെയധികം സന്തോഷം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പറ്റി നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ നല്ലത് പറഞ്ഞു കേൾക്കുക എന്നുള്ളത്, അത് ഒന്നാമത്തെ കാര്യം. ഈ ജോലിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പലരുടെ ചടങ്ങുകളിലൊന്നും നമുക്ക് പങ്കെടുക്കാനോ അല്ലെങ്കിൽ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകാനോ സാധിക്കാത്തൊരു ജോലിയാണത്. പക്ഷേ എങ്കിൽ പോലും വർക്കി പാപ്പൻ നാട്ടുകാരുടെ ഇടയിൽ ഇപ്പോഴും അതിൻ്റെ സമ്മതം നിലനിർത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതലായിട്ട് വർക്കിയെ പറ്റി എനിക്ക് എന്തെങ്കിലും പറയാണ്ട് ചോദിച്ചാൽ ഒന്നുമില്ല. കാരണം ഒരു വർഷത്തെ ഞങ്ങൾ തമ്മിലുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന ശേഷം ഉള്ള ഒരു വർഷത്തെ പരിചയം മാത്രമേ ഉള്ളൂ. കൂടാതെ വർക്കിയെ പറ്റി അധ്യക്ഷ പ്രസംഗം നടത്തിയ മാഷ് വളരെ ഭംഗിയായ രീതിയിൽ അവതരിപ്പിച്ച് കഴിഞ്ഞു. ഇനി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എങ്കിലും അദ്ദേഹത്തെ പറ്റി നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യത്വം കൈമുതലാക്കിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. എനിക്കും അനുഭവങ്ങളുണ്ട്. കാരണം ഞാൻ ഒരു ദിവസം ഡ്യൂട്ടി ഇരിക്കുന്ന സമയത്ത് വർക്കിയെ പറ്റി വരാൻ താമസിച്ചു.
ഞാൻ അന്വേഷിച്ച സമയത്ത് ആരോ ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യാൻ വിളിച്ചറിയിച്ചതായിരിക്കാം. വർക്ക് ചെയ്യാൻ തിരിച്ച് വിളിച്ചു സാറേ ഞാൻ ഒരു കുട്ടി ആക്സിഡൻറ്റിൽ പെട്ടു, അപ്പോൾ ഞാനതൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാം എന്ന് തന്നെ അറിയിക്കുകയുണ്ടായി. അപ്പം വഴിയിൽ കാണുന്ന ഒരു ചെറിയ സംഭവം പോലാണെങ്കിൽ പോലും അതിനകത്ത് ഇടപെട്ട് മനുഷ്യത്വപരമായ രീതിയിൽ പെരുമാറുന്ന വർക്ക് ചെയ്യപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അത് അദ്ദേഹത്തിന് അറിയിക്കുന്ന രീതിയിൽ തന്നെയുള്ളൊരു മറുപടിയാണ് നിങ്ങളുടെ ഇടയിൽ നിന്ന് എനിക്കും ബാക്കിയുള്ളവർക്കും കേൾക്കാനിടയായത്. അതിൽ ഞാൻ വർക്ക് ചെയ്യാൻ അഭിനന്ദിക്കുന്നു. പിന്നെ വ്യക്തിപരമായി പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഓഫീസിൻ്റെ ഒരു നഷ്ടം തന്നെയാണ്. കാരണം എല്ലാ ദിവസവും വന്ന് ഓഫീസിലെ ഒരു കീ പോസ്റ്റ് GD ചാർജ് എന്ന് പറഞ്ഞ കീ പോസ്റ്റ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. വളരെ നിർണായകമായൊരു പോസ്റ്റാണ് അത്. കാരണം പലപ്പോഴും മുകളിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നെല്ലാം എനിക്കോ താഴെയുള്ളവർക്കോ അല്ലെങ്കിൽ ഓഫീസിലുള്ളവർക്കോ ചീത്ത കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ്. അവിടെ തന്മയത്വമായി കൈകാര്യം ചെയ്തതിൽ ബുദ്ധിമുട്ടാവും. അത് വളരെ ഭംഗിയായിട്ട് തന്നെ അവർക്ക് കൈകാര്യം ചെയ്തു. കൂടാതെ സഹപ്രവർത്തകരുമായിട്ടും അവർക്ക് വളരെ നല്ല രീതിയിലുള്ളൊരു ആ ഓഫീസിനെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന രീതിയിലുള്ളൊരു പെരുമാറ്റമാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. റിട്ടയർമെൻറ്റ് ഫംഗ്ഷന് മറ്റു ഉദ്യോഗസ്ഥരുടെ വായിൽ നിന്നും വാക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ കരുതൽ, സ്നേഹം, അദ്ദേഹത്തിൻ്റെ ഫാമിലി, ഞാനറിയാതെ തന്നെ എൻ്റെ ഓഫീസിലുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ ഫാമിലിയായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ എളുപ്പം സാധിക്കുന്ന കാര്യങ്ങളല്ല. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. വർക്കിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സമ്പത്തിൻ്റെ കാര്യത്തിൽ സമർത്ഥനാണ്. അപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി അദ്ദേഹം കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിലും സമർത്ഥനാണ്, നാട്ടുകാരുടെ ഇടയിലും സമർത്ഥനാണ്. എന്താണെങ്കിലും ശരി, അദ്ദേഹത്തിൻ്റെ ഈ സമൃദ്ധി നാൾ വർദ്ധിച്ച് അത് പൊലിച്ച് അദ്ദേഹത്തിന് അത് അനുഭവിക്കാനുള്ള യോഗം കൂടി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പാസ്സായി. അതിന് ജോർജ് സാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ വിശിഷ്ടാതിഥ്യ മൊമെന്റ് നൽകുന്നതിനായി സോണിയറ്റിനെ ക്ഷണിക്കുന്നു. നാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികളെ, ആദ്യമായിട്ടാണ് ഒരു പോലീസുകാരൻ യാത്ര അയക്കുന്ന ഒരു ഫംഗ്ഷനിലേക്ക് വന്ന് നിൽക്കുന്നത്. അതിന് ക്ഷണിച്ചതിനുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് മനു പ്രേം പറഞ്ഞതുപോലെ നമ്മുടെ പ്രേമത്തിലെ പഴയ ഡയലോഗ് പോലെയൊക്കെയാണ് പറഞ്ഞു തോന്നിയത് എനിക്ക്. മറ്റേ സബർജില്ലി തോട്ടം ഈ പോക്ക് പോയിട്ട് എനിക്കൊരു സംശയം, നീ പോലീസിൻ്റെ പരിപാടി ഇട്ടിട്ട് നീ പതുക്കെ ബിഗ് സ്ക്രീനിലോ മിനി സ്ക്രീനിലോ ഒക്കെ ഇദ്ദേഹത്തെ കാണാൻ പറ്റുമോ എന്നൊരു ചെറിയ സംശയം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ വന്നാലും അത് നല്ലതായിരിക്കുമെന്ന് പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ഇത്രയും വലിയൊരു കലാകാരനാണെന്ന് എനിക്കിതുവരെയായിട്ട് അറിയത്തില്ലായിരുന്നു. ശരിക്കും പോലീസ് ആയതുകൊണ്ട് ഒരല്പം അകന്നാണ്, വളരെ അടുത്താണ് താമസിക്കുന്നെങ്കിൽ പോലും ഞാൻ ഇദ്ദേഹത്തോടെ കുറച്ച് അകന്നാണ്. എന്നും വെളുപ്പിന് ഇതിലൂടെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇച്ചിരി അകന്നാണ് നിന്നിരുന്നത്. പക്ഷേ പോലീസുകാരുടെ ജോലിയൊക്കെ ഇത്ര ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാകുന്നത് ഈ കഴിഞ്ഞ ആഴ്ച ഒരു വെബ് സീരീസ് കണ്ടായിരുന്നു ഹോട്ട്സ്റ്റാറിൽ, ഒരു കേരള ക്രൈം ഫയൽ എന്ന് പറഞ്ഞ്. അതിൻ്റെ സ്റ്റാർ ആയിരിക്കുന്നത് അജു വർഗീസാണ്. ശരിക്കും അപ്പോഴാണ് മനസ്സിലായത് ഇവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് രാവും പകലും ഇല്ലാതെയൊക്കെ വീട് പോലും ഉപേക്ഷിച്ച് സ്വന്തം ഭാര്യയുടെ പ്രസവം എടുക്കാനോ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യയോടൊപ്പം ചെലവഴിക്കാനോ പോലും സാധിക്കാതെ പോകുന്ന പോലീസുകാരുടെ ഒരു കഥ. അതോടൊപ്പം തന്നെ മലയാള മനോരമയിൽ ഈ കഴിഞ്ഞ ദിവസം കുറേ പോലീസുകാരുടെയൊക്കെ അനുഭവങ്ങളൊക്കെ കണ്ടപ്പം ഇത്ര നാൾ വിചാരിച്ചിരുന്നത് ഒരു സർക്കാർ സർവീസിലെ സുഖമുള്ള ഒരു പോസ്റ്റ് എന്നാണ്. പക്ഷേ ഇത് വളരെ ബുദ്ധിമുട്ടാണെന്ന് ഈ ഇടയ്ക്കാണ് മനസ്സിലായത്. എങ്കിലും പ്രിയപ്പെട്ട വർക്കിച്ചൻ യാത്രയയപ്പിന് വരുമ്പോൾ ഈ ഇടയ്ക്ക് ഒരു യാത്രയയപ്പിന് കേട്ട ഒരു നല്ലൊരു വാക്ക് എനിക്ക് തോന്നി. റിട്ടയർമെൻ്റ് എന്നൊക്കെ പറയാറുണ്ട്. ഒരു പക്ഷേ നിങ്ങളൊക്കെ കേട്ടും അടുത്തായിരിക്കും. അതിനെ എൻ്റെ തന്നെ ഒരു ഗുരുനാഥനായ മാണി സാർ ഇങ്ങനെ പറയുന്ന കേട്ടു, അനിലിനൊക്കെ അറിയായിരിക്കും. റീടയർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ടയറൊക്കെ ഓടി തേഞ്ഞു കഴിയുമ്പോൾ
വീണ്ടും അത് റീടയർ ചെയ്യാറുണ്ട്. അത് വീണ്ടും കൂടുതൽ ദൂരം ഓടുവാനും കൂടുതൽ വ്യത്യസ്തമായ യാത്രകൾ ചെയ്യാനും കൂടുതൽ ജീവിതം ആസ്വദിക്കാനും ഒക്കെയും ഈ റീടയറിങ് കൊണ്ട് സാധിക്കാറുണ്ട്. അതുകൊണ്ട് ഇതൊരു പുതിയ തുടക്കമാകട്ടെ. തന്നിലെ കലാകാരനെയും തന്നിലെ കുടുംബനാഥനെയും തന്നിലെ സുഹൃത്തിനെയും തന്നിലെ എല്ലാ നന്മകളും കൂടുതലായിട്ട് കണ്ടെത്തുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരിക്കും ഇവിടെ ഞാൻ ഈ യാത്രയപ്പിൽ നിൽക്കുമ്പോൾ ഓർക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പിതാവിനെ തന്നെയാണ്. കാരണം ഇവരെക്കാളും എല്ലാവരും അടുപ്പം, ഞങ്ങൾ തമ്മിലൊരു 70 വയസ്സിൻ്റെ വ്യത്യാസമൊക്കെ കണ്ടേക്കാം, എങ്കിൽ പോലും അത്രയും കാണത്തില്ല. എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ പ്രാർത്ഥനയോഗത്തിനൊക്കെ പോകുന്ന സമയത്ത് അപ്പച്ചൻ്റെ കൂടെയും അതുപോലെ ഇവിടെ ഈ ഭാഗത്തുള്ള കുറേ അപ്പച്ചന്മാരാണ് എന്നെ കൈപിടിച്ച് ഈ പ്രാർത്ഥനയോഗത്തിനൊക്കെ കൊണ്ടുപോവുകയും പ്രസംഗിക്കുന്ന കാര്യങ്ങൾക്കൊക്കെയും പ്രാധാന്യം നൽകുകയൊക്കെ ചെയ്തത്. അപ്പച്ചനെയും വളരെ നന്ദിയോടുകൂടി ഈ സമയം ഓർക്കുന്നു. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും വർക്കിച്ചന് ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഏറെ ബഹുമാന്യായ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ അതിഥി വർഗീസ് സാർ, അതോടൊപ്പം ഈ ഇനാഗ്രേഷൻ ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട മനു പ്രേംകുമാർ, അതുപോലെ DSP സാർ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, മറ്റ് താന്നിക്കൽ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്നിവിടെ ഈ ചടങ്ങിന് എന്നെ ക്ഷണിച്ച താന്നിക്കൽ കുടുംബാംഗത്തോടുള്ള ഏറെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വർഗീസ് സാറിനെ പറ്റി ഇവിടെ സംസാരിച്ച മുഴുവൻ ആളുകളും തന്നെ സാറിൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ ചെയ്ത് നടത്തിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം തന്നെ വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ട്. വർഗീസ് സാറിന് ജോലി കിട്ടുന്നതിന് മുമ്പ് തന്നെ വർഗീസ് സാറുമായി നേരിട്ട് അടുത്ത് ഇടപഴകുവാൻ സാധിച്ച ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ സ്കൂൾ പഠനകാലത്ത് വർഗീസ് സാറ് കലാഹൃദയ ഉള്ളതെന്നുള്ളവിടെ വളരെ വ്യക്തമായി തന്നെ എല്ലാ ആളുകളും സൂചിപ്പിച്ചു. പാട്ട്, അതുപോലെ ഡാൻസ് ഒക്കെ അടക്കമുള്ള കാര്യങ്ങളിലാണ് സാറ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്നുള്ള ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു. ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു അനിലും വാർഡ് മെമ്പർ അനിൽ അടക്കമുള്ള ആളുകൾക്കൊക്കെ വ്യത്യസ്തമായി പറയുവാൻ ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളുടെയൊക്കെ സ്കൂൾ പഠനകാലത്ത് അന്നത്തെ യുവജന ഉത്സവങ്ങളിൽ നാടകം അവതരിപ്പിക്കുന്നത് വർഗീസ് സാറ് തിരക്കഥ എഴുതിയ നാടകമാണെങ്കിൽ, അദ്ദേഹം പരിശീലിപ്പിച്ച നാടകമാണെങ്കിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലായിരുന്നു. അങ്ങനെ നാടകം അഭ്യസിപ്പിച്ച ആ ഘട്ടങ്ങളിൽ അതിലൊരു നടനായി അഭിനയിക്കാൻ, ചെറിയ വേഷം അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. കൃത്യമായി പറഞ്ഞാൽ അന്ന് തന്നെ കലാരംഗത്തോട് അടങ്ങാത്ത അഭിരുചിയുള്ള ഒരു പ്രമുഖ വ്യക്തിത്വമായിരുന്നു വർഗീസ് സാർ. തീർച്ചയായും ജോലി കിട്ടിയതിന് ശേഷവും അത് തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അടുത്ത കാലഘട്ടങ്ങളിൽ അദ്ദേഹം തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന, നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വിവിധ പരിപാടികളിൽ അദ്ദേഹം പാട്ട് അവതരിപ്പിക്കുമ്പോൾ അതിപ്പോഴും അത് കെടാതെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഏറെ അഭിമാനം തോന്നുന്നു. തൻ്റെ തിരക്ക് പിടിച്ച ജീവിതക്രമത്തിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എപ്പോഴും തിരക്ക് പിടിച്ച ജീവിതത്തിലാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. തൻ്റെ വീട്, തൻ്റെ കുടുംബം അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യതയോടുകൂടി അവർക്ക് ഇടപെടാൻ കഴിയാത്ത ഘട്ടങ്ങളിൽ, വിശേഷ ദിവസങ്ങളിൽ നാം എല്ലാവരും കുടുംബാംഗങ്ങളോടൊത്ത് ആഘോഷം സംഘടിപ്പിക്കുമ്പോൾ അവിടെയെങ്ങും പെടാതെ മറ്റേതെങ്കിലും സ്ഥലത്ത് ആളുകളുടെ ക്രമസമാധാനം പരിപാലിക്കുന്നതിന് വേണ്ടി വിദൂര സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന ആളുകളാണ് പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത്രയേറെ തിരക്ക് പിടിച്ച് ഓടുമ്പോഴും കലാഹൃദയം, തൻ്റെ മനസ്സിലുള്ള ഉള്ളിലുള്ള ആ കലാഹൃദയം കെടാതെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഏതൊരു വിഷയത്തിലും ഏതൊരു പ്രതിസന്ധി നാട്ടിൽ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ ഒരു മനുഷ്യന് ഉണ്ടാവേണ്ട പ്രത്യേക ഗുണങ്ങളാണ് മറ്റൊരാളെ സഹായിക്കുന്നതിന് വേണ്ടി ഇടപെടുന്നത്. ആ സഹായിക്കുന്ന അവൻ്റെ ഒരു വിഷമഘട്ടങ്ങളിൽ ഇടപെടുവാൻ വേണ്ടി കൃത്യമായി ഇടപെട്ട് പോരുന്ന കാര്യത്തിൽ വർഗീസ് സാറിന് അത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പല ഘട്ടങ്ങളിൽ നമുക്ക് നാടിന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, നാടിന് മുന്നിൽ
നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അത്തരമെല്ലാം ഉള്ള പ്രവൃത്തികൾ ഇവിടെ പുതിയൊരു ഘട്ടം, ഇവിടെ പലരും സൂചിപ്പിച്ചത് രണ്ടാം ഘട്ടം തുടങ്ങുന്ന പൊതുജീവിതത്തിലേക്ക് കിടക്കുന്ന വിശ്രമ ജീവിതം ഒരു പൊതുമണ്ഡലത്തിലേക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രൂപത്തിലേക്ക് ആയി മാറാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസവും എനിക്കുണ്ട്. അങ്ങനെ സൂചിപ്പിക്കാൻ കാരണം ജോലി കിട്ടുന്നതിന് മുമ്പ് വർഗീസ് സാറ് പൊതുരംഗത്ത് ഏതാണ്ട് നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ്. പുരോഗമന പ്രസ്ഥാനവുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഘട്ടങ്ങളെല്ലാം തന്നെ നാട്ടിലെ വിവിധ വിഷയങ്ങൾ ഏറ്റെടുത്ത് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു പ്രമുഖ വ്യക്തിത്വം എന്നുള്ള നിലയ്ക്ക് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇനി തീർച്ചയായും വിശ്രമ ജീവിതം കുടുംബത്തോടൊപ്പം ആനന്ദകരമായി ജീവിക്കുന്ന ഘട്ടങ്ങളിലും പൊതുജീവിതത്തിലേക്കും പൊതുവിൽ എല്ലാ ആളുകൾക്കും പ്രയോജനപ്പെടുന്ന വിധത്തിലേക്ക് അവരുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിന് പരിഹാരം കാണുന്നതിനുള്ള ഒരു വലിയ ദൗത്യം കൂടെ സാർ ഏറ്റെടുക്കുമെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. പൊതുരംഗത്ത് നിറഞ്ഞ ഒരു പ്രവർത്തനം സംഘടിപ്പിക്കുവാനും അദ്ദേഹത്തിനാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് തീർച്ചയായും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും CPM കൂരാപ്പുഴ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് തന്നെ എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനായ നമ്മുടെ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ മനു പ്രേംകുമാർ, ബഹുമാനായ കൂരപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് ശ്രീമതി ഷീല ചെറിയ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ TM ജോർജ്, എൻ്റെ സഹപ്രവർത്തക ശ്രീമതി VT ദിലീപ്, CPMൻ്റെ ലോക്കൽ സെക്രട്ടറി ശ്രീ S വിനോദ്, BJPയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ സോബിൻ ലാൽ, ബഹുമാനായ നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്ന DYSP ശ്രീ R മധു, ബഹുമാനായ മാതാപിതാക്കളെ, സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ മർക്കോസ് സാർ അടക്കമുള്ള സദസ്സിലെ ഗുരുജനങ്ങളെ, ജനാർദ്ദൻ സാർ ഉൾപ്പെടെയുള്ളവർ സദസ്സിലുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു പ്രത്യേക ചടങ്ങിലാണ്. ഇവിടെ മധു സാർ സൂചിപ്പിച്ച പോലെ തന്നെ ഒരാൾ വിരമിക്കുന്നത് എന്ന് പറഞ്ഞാൽ നാളെ മുതൽ വർഗീസ് സാറിന് ജോലിയില്ല, ജോലി നഷ്ടപ്പെട്ട അദ്ദേഹം വീട്ടിലിരുന്ന് കുടുംബകാര്യങ്ങളും ബന്ധുക്കളുടെ കാര്യങ്ങളും നോക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്ന ആ പശ്ചാത്തലം അത് മറ്റൊരു രീതിയിലേക്ക് ആക്കി തീർത്തുകൊണ്ട് വളരെ മനോഹരമായ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച താന്നിക്കൽ ഫാമിലിയെ ഏറെ സന്തോഷത്തോടെ അനുമോദിക്കുകയാണ്. കാരണം വളരെ വ്യത്യസ്തമായ ഒരു ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചത്. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് 1994 അദ്ദേഹം ജോലിയിൽ കയറി 30 വർഷത്തെ സേവനത്തിന് ശേഷം ഒരു ദുഷ്പേരും കേൾപ്പിക്കാതെ സുസ്ഥിരമായ ആ സേവനം വഴി ജനത്തെ സേവിക്കുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് വിവിധ തസ്തികകളിൽ ജോലി ചെയ്തു, വിവിധ സ്റ്റേഷനുകളിൽ ജോലി ചെയ്തു. ആ ജോലി ചെയ്തപ്പോഴൊക്കെ ആളുകളുമായി നല്ല ബന്ധം തുടരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ജനമൈത്രി പോലീസൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഒരു ജനമൈത്രി പോലീസുകാരനായി മാറി ആളുകൾക്കിടയിൽ വ്യത്യസ്തനായി നിൽക്കുന്ന വർഗീസ് സാറിനെ എന്നും കാണാറുണ്ടായിരുന്നു. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ആരോഗ്യവും വേണം, ബുദ്ധിയും വേണം. ഇത് രണ്ടും, ഫിസിക്കൽ ഫിറ്റ്നസ്സും അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. ആ കായികക്ഷമതാ പരീക്ഷകളെല്ലാം ഓടി നേടിയെടുത്ത ആളെന്ന നിലയ്ക്കും ഒപ്പം തന്നെ PSC പരീക്ഷ വളരെ കൃത്യമായി പഠിച്ച് എഴുതി വിജയിച്ച ആളെന്ന നിലയ്ക്കും ബുദ്ധിയും ശക്തിയുമുള്ള ആളുകളാണ് പോലീസ് വിഭാഗത്തിലും മറ്റ് മിലിറ്ററി വിഭാഗങ്ങളിലേക്കും നമ്മുടെ രാജ്യ സുരക്ഷയെ സംബന്ധിച്ചുള്ള ഉദ്യോഗസ്ഥ തലങ്ങളിലേക്ക് എത്തുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ബുദ്ധിയും ശക്തിയും ഒക്കെ ഉണ്ടാവേണ്ടതുണ്ട്. ആ കാര്യത്തിൽ വർഗീസ് സാറ് അതിലും മികച്ച കായികക്ഷമത പുലർത്തിയിട്ടുള്ള ആളാണ്. ഇവിടെ വിനോദ് സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ വടംവലിയുടെ കൂരോപ്പട ടീമിൻ്റെ, ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അദ്ദേഹം കൂരോപ്പട ക്ലബിൻ്റെ ബായ്ക്കായി സുരക്ഷിതനായി ആ വടം വലിച്ചെടുക്കാൻ ആളുകളെ, മുൻനിരയിലുള്ള ആളുകളെ സഹായിച്ചുകൊണ്ട് ഏറ്റവും വിശ്വസനീയനായ ഒരു ബായ്ക്കിലെ പോരാളിയായി നിന്ന് പല പ്രമുഖ ടീമുകളെയും തോൽപ്പിച്ച കാര്യമൊക്കെ ഇങ്ങനെ ഓർമ്മയിലുണ്ട്. താന്നിക്കൽ കുടുംബവുമായി എനിക്ക് ഏറെ ബന്ധമുണ്ട്. ഇവിടുത്തെ വർഗീസ് സാറിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ മകൻ സോണി ഞങ്ങൾ ഒരുമിച്ച് സഹപാഠിയായിരുന്നു. ഇടയ്ക്കാട്ടൊന്ന് സ്കൂളിൽ പഠിച്ച് അന്ന് മുതൽ ഇവിടെ ഈ തോട്ടത്തിൽ താന്നിക്കലെ പറമ്പിൽ ക്രിക്കറ്റ് കളിച്ച് അതൊരു ഗ്രൗണ്ടാക്കി മാറ്റി ആ റബ്ബർ തോട്ടത്തിൽ ക്രിക്കറ്റ് എങ്ങനെ കളിക്കാവുന്ന വരെ കണ്ടുപിടിച്ചത് റജിയും സജിയും സോണിയും ഈ വർക്കിയും എല്ലാം ചേർന്നാണ്. അങ്ങനെ അവിടെ ക്രിക്കറ്റ് കളിച്ച് അന്ന് മുതലുള്ള ഒരു സ്നേഹബന്ധം ഇന്നും തുടരുകയാണ്. ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയ്ക്ക് അദ്ദേഹം മികച്ച രീതിയിൽ ഈ നാട്ടിലുടനീളം എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കാൻ, ആളുകളെ സഹായിക്കാനൊക്കെ മുൻനിരയിൽ നിൽക്കുന്നു.
ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ 10 മക്കളാണ്. അതുകൊണ്ട് ഇവിടെ ഓഡിയൻസിനെ പ്രത്യേകമായി സൃഷ്ടിക്കേണ്ടതില്ല. ഒരു വോട്ട് ബാങ്കായി താന്നിക്കൽ ഫാമിലി ഉണ്ട്. കാരണം പുറത്തുനിന്ന് ആരെയും ഇവിടെ വിളിച്ച് ഒരു ഓഡിയൻസിനെ സൃഷ്ടിക്കേണ്ടത് ആവശ്യമില്ല. കാരണം ഇവരെല്ലാവരുടെ കൂടിയാൽ തന്നെ ഒരു ആളുകൾ നന്നായി ഉണ്ട്. അവർ അവരുടെ ശക്തി അവർ നമ്മളെ ഇവിടെ ഒന്ന് കാണിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ വിളിച്ച് അയൽവാസികളെയൊക്കെ വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ ശക്തി എല്ലാവരും തിരിച്ചറിയുന്നതാണ്. അതുകൊണ്ട് ഇവരുടെ വർഗീസ് സാറിൻ്റെയൊക്കെ അച്ഛൻ കലാശാല ബിരുദങ്ങളോ MBA MCA ഒന്നും നേടിയ ആളല്ലായിരുന്നു. ഏറ്റവും നന്നായി എങ്ങനെ ഒരു കച്ചവട സ്ഥാപനം വിപുലീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും അതിലൂടെ ഈ 10 മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ വ്യത്യസ്ത വഴികൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ ബിസിനസ് രംഗങ്ങളിലുള്ള ആളുകളെ ആ രീതിയിൽ കൊണ്ടു നടന്ന് അവരെ എല്ലാം പരിപാലിച്ച് ഏറ്റവും നല്ല യൂസഫലിയൊക്കെ ഇന്ന് കോടികളുടെ ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ ഈ കൂരാപ്പടയിലെ ഒരു യൂസഫലി ആയിരുന്നു TM വർഗീസ് എന്ന് പറയുന്ന ഇവരുടെ അച്ഛൻ. അങ്ങനെ ആ എല്ലാം അന്ന് മുതലേ താന്നിക്കൽ ആ കുടുംബമായിട്ട് ആ ബിസിനസ് അവർ നമ്മൾ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോകാൻ കാര്യം വിശ്വസനീയമായ ആ കച്ചവടമാണ്. അത് ആളുകൾക്ക് നല്ല സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം അന്ന് മുതലേ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇത് പുകഴ്ത്തി പറയുന്നതല്ല, ഈ നാടിൻ്റെ വിശ്വസനീയത അവരിൽ ആ താന്നിക്കൽ ഫാമിലിയിൽ അർപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട വർഗീസ് സാറിന് എല്ലാ ആശംസകളും നേരുന്നു. ഇവിടെ സൂചിപ്പിച്ചു 2 വർഷത്തോടെ അദ്ദേഹത്തിന് സർവീസ് ബാക്കിയുണ്ട്. പക്ഷേ ഇന്ന് നമുക്കറിയാം പോലീസുകാർ ഒരുപാട് ടെൻഷൻ അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ്. എല്ലാവർക്കും വ്യത്യസ്തമായ രീതിയിൽ അവർ ജോലി ചെയ്യുമ്പോഴും അവർക്ക് അർഹിക്കുന്ന നീതി ലഭിക്കാറില്ല, അവർക്ക് അർഹിക്കുന്ന സുഖസൗകര്യങ്ങൾ ലഭിക്കാറില്ലെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇടുക്കി ജില്ലയിലേക്ക് ട്രാൻസ്ഫർ വന്നപ്പോൾ അദ്ദേഹം സ്വയം വിരമിച്ചു. പക്ഷേ അന്നേരം ഷൈലയും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകൾ വർഷയും അദ്ദേഹവുമായിട്ടുള്ള ആ സ്നേഹബന്ധുവാകും നല്ലൊരു കുടുംബനാഥനായി അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ് ഈ ഇടുക്കി എന്ന് പറയുന്ന ടെൻഷൻ ഒഴിവാക്കി സന്തോഷത്തിൻ്റെ കുടുംബത്തിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചു വന്ന് വർഷയും ശൈലിയുമായി 2 വർഷത്തോടെ കൂടുതലായി ചെലവഴിക്കാൻ കിട്ടുന്ന അവസരമാക്കി അദ്ദേഹത്തിന് മാറ്റിയത്. അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. വർഗീസ് സാറിനും കുടുംബത്തിനും എല്ലാം ജഗദീശ്വരൻ എല്ലാ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച താന്നിക്കലെ ഫാമിലിയിലെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നാളുകളിൽ നമുക്ക് വർഗീസ് സാറിനെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ കണ്ടുമുട്ടാം. കായിക രംഗത്താകട്ടെ, കലാരംഗത്താകട്ടെ, ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിലാകട്ടെ, സന്തോഷകരമായ ഒരു ജീവിതം അദ്ദേഹത്തിനുണ്ടാകട്ടെ, അത് നമുക്ക് പ്രയോജനകരമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അത്രയും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട ഞങ്ങളുടെ വർക്കി, അതുപോലെ തന്നെ ഏറ്റവും ബഹുമാനപ്പെട്ടവും സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ DVSP മധു സാറ്, പ്രിയപ്പെട്ട വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട താന്നിക്കൽ കുടുംബം അംഗങ്ങളെ, യഥാർത്ഥത്തിൽ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച വർക്കിയുടെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ അല്ലായിരുന്നു, മറിച്ച് ഈ താന്നിക്കൽ കുടുംബം എന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട വർക്കിയോട് കാണിച്ച ആ സ്നേഹമാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത്. അതിന് നിങ്ങൾ താന്നിക്കൽ കുടുംബത്തിന് ഞങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. കൂടാതെ വർക്കി എന്ന വ്യക്തി ഞങ്ങൾക്കെല്ലാം വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. മധുസാർ എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. വർക്കിക്ക് ശിഷ്ടകാലം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ ഈ യോഗത്തിൻ്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനുമായ പ്രിയപ്പെട്ട സൈ സാറ്, ഈ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ നാട്ടിലെ വളർന്നു വരുന്ന കലാകാരൻ പ്രിയമുള്ള മനുചേട്ടൻ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ടാതിഥികളെ, എന്നെ ശ്രമിക്കുന്ന താന്നിക്കൽ കുടുംബാംഗങ്ങളെ, ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന മറ്റതിഥികളെ, ഇവിടെ മുൻപ് സംസാരിച്ച പലരും വർഗീസ് സാറിൻ്റെ പല കഴിവുകളെ പറ്റിയും വർഗീസ് സാറ് നാം ഓരോരുത്തർക്കും എങ്ങനെയാണ് എന്നൊന്നും ഇവിടെ വിവരിച്ചു. എനിക്ക് മറ്റൊരു അനുഭവമാണ്. ഞാൻ 2020-21 കാലയളവിൽ യുവമോർച്ചയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റായ സമയത്ത് വർഗീസ് സാറ് ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിലാണ് അന്ന് ജോലി ചെയ്യുന്നത്. സാറിൻ്റെ കോള് ചില ദിവസങ്ങളിലൊക്കെ വരും. അപ്പം നാട്ടിലെ കാര്യങ്ങൾ ചോദിക്കും, മറ്റു വിശേഷങ്ങളൊക്കെ ചോദിക്കും. എന്നിട്ട് സാറിന് അറിയേണ്ട ഇൻഫർമേഷൻ അത് ഈ രഹസ്യമായിട്ട് തുടർന്ന് കഴിയും. അപ്പം ജില്ലയിലെ ചില പ്രതിഷേധ സമരങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന പരിപാടി എനിക്ക് കൂടുതലും, കാരണം പ്രതിപക്ഷത്ത് നിൽക്കുന്നവരാണല്ലോ. അപ്പം എന്താണ് നാളെ നടക്കുന്നത്
എങ്ങനെയാണ് ഉദ്ദേശം അതൊക്കെ സാറ് തുറന്നെടുക്കാൻ കേമനായിരുന്നു എന്നുള്ള കാര്യത്തിൽ മറ്റ് ഇൻ്റലിജൻസ് ഓഫീസർമാരെക്കാളും ഒക്കെ മറ്റവർക്ക് വലിയ ആത്മബന്ധമൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മളുമായിട്ട് ബന്ധം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോഴും വർക്കി സാറിന് ഒരു പ്രത്യേക കഴിവായിരുന്നു. അത് ഇന്ന് പോലീസിൽ എനിക്ക് മധുസാറിനെ വളരെ അടുത്തറിയാവുന്നതാണ്. പക്ഷേ മധുസാറിൻ്റെ ടീമിൽ അത്രയും വിദഗ്ധരായ ഉള്ളവരുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പം പോലീസിനതൊരു നഷ്ടമാണെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. മറ്റൊന്ന്, ഇങ്ങനൊരു വേദിയിൽ വെച്ച് എനിക്ക് പറയാൻ അഭിമാനത്തോടെ പറയാൻ പറ്റും, എൻ്റെ നാട്ടിൽ ഇത്രയും കൂട്ടായ്മയുള്ളൊരു കുടുംബം. ഞാൻ പലപ്പോഴും ഈ വഴി പോകുമ്പോൾ ഈ വീടുകളിലേക്ക് ഏതെങ്കിലും ഒരു വീടിൽ വലിയ പന്തൽ കെട്ടി വലിയ രീതിയിലുള്ള ഒരു കൂട്ടായ്മ അതിനെ പിടിച്ചു നിർത്താൻ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു സംവിധാനമാണ്. ഇപ്പം അല്ലിയണം പറഞ്ഞൊരു വോട്ട് ബാങ്കാണ് എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് മനസ്സിലാകുന്നത് ഇവിടെ ഈ സഹോദരന്മാരുടെ ഒരു സ്നേഹവും പല കാര്യങ്ങളിലും പലരും എന്നെ വിളിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ അവരെ ബാധിക്കുന്ന വിഷയമൊന്നുമല്ല എങ്കിൽ പോലും പബ്ലിക് വിഷയങ്ങളിൽ അവരുടെ ആ പിന്തുണ പറഞ്ഞുകൊണ്ടും ചില കാര്യങ്ങൾ ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ടും ഈ താന്നിക്കൽ കുടുംബത്തിലെ പല മുതിർന്ന ആളുകൾ നമ്മളെ ബന്ധപ്പെടുമ്പോൾ നമുക്ക് അവരുടെ സമൂഹത്തിനോടുള്ള ആ കമ്മിറ്റ്മെൻറ്റ് എത്ര വലുതാണെന്നുള്ളത് എനിക്ക് നിങ്ങളുടെ ഈ താന്നിക്കൽ കുടുംബത്തോട് ശരിക്കും പറഞ്ഞൊരു ബിഗ് സല്യൂട്ട് ചെയ്യാനാണ് ഈ അവസരത്തിൽ തോന്നുന്നത്. അപ്പം അതിനൊരു നേതാവായി നമ്മുടെ സാർ ഇന്നു മുതൽ നിങ്ങൾക്കുണ്ടാകും. അതിനോടൊപ്പം ഞാനിപ്പോൾ സാറോട് ചോദിച്ചു, 2 വർഷത്തോടെ ഉള്ളപ്പം സാർ ഇറങ്ങാൻ കാര്യം എന്താണെന്ന്. ഇടുക്കി മാത്രമാണോ അതോ ഇവിടെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ വെച്ച് നോക്കിയപ്പം വലിയ സിനിമയിലോ മറ്റ് ഏതെങ്കിലും ഒരു മേഖലയിൽ സാറിനൊരു ഓഫർ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അത് സാർ പറയത്തില്ലെങ്കിലും നമുക്കത് വരും ദിവസങ്ങളിൽ കാണാൻ പറ്റും. അപ്പം വർക്കി സാറ് മുമ്പേ അച്ഛൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നു മുതൽ വർക്കി സാറ് ഈ നാടിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു വ്യക്തിയായി മാറട്ടെ. സാറിന് അതിനുള്ളൊരു മനസ്സുണ്ട്. സാർ ഒരിക്കൽ പോലും ഒരു പോലീസുകാരൻ്റെ വേഷത്തിലോ പോലീസുകാരൻ്റെ ഭാഷയിലോ ഈ നാട്ടിലൊരാളോട് സംസാരിക്കുകയോ പലപ്പോഴും വഴി സൈഡിൽ കൂടെ പരിചയമുള്ളവരുടെ ബൈക്കിൽ കയറി പോകുക അല്ലെങ്കിൽ ബസ്സിൽ കയറി മാത്രം പോകുന്ന ഒരു സാധാരണക്കാരനായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് വർക്കി സാറിന് സാധാരണക്കാർക്കിടയിൽ ഒരു വലിയ സ്വാധീനമുണ്ട്. ആ സ്വാധീനം നമ്മുടെ നാടിന് നന്മയ്ക്കായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എനിക്കൊരു അവസരം തന്ന എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് വർക്കി സാറിൻ്റെ ഭാവി ജീവിതം എല്ലാം കൊണ്ടും സുന്ദരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറെ ബഹുമാന്യനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ സജി സാറ്, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട മനു പ്രേം, ഇന്നത്തെ ആരാധ്യ വിഷയമായ നമ്മുടെ വർക്കി സാറ്, ഏറെ ബഹുമാന്യനായ മത് സാറ്, മറ്റ് വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ഏറെ ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ വിരമിക്കൽ ചടങ്ങ് ഞാൻ പങ്കെടുക്കുന്നത്. വർക്കി സാർ എന്നെ ഇന്നത്തെ ഈ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, 2 വർഷം കൂടെ സാറിന് ഇല്ലായിരുന്നോ, എന്തുകൊണ്ടാണ് ഈ 2 വർഷം സാറ് വേണ്ടെന്ന് വെച്ചത്? അപ്പം പറഞ്ഞു, 30 വർഷം ഞാൻ സേവനം അനുഷ്ഠിച്ചു, ഇനി വീട്ടിലിരിക്കാനാണ് എനിക്ക് താല്പര്യം. ഞങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവും മക്കളും ഒക്കെ ഒന്നിച്ച് വീട്ടിൽ തന്നെ അടുത്ത് തന്നെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ സ്ത്രീകൾ. അപ്പം ഇടുക്കി ജില്ലയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്ന് കിട്ടുന്ന സ്വാതന്ത്ര്യമോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും ഈ കുടുംബത്തിനോ ഈ കൂട്ടായ്മയ്ക്കോ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറത് ബുദ്ധിപരമായിട്ട് തന്നെ റിട്ടയർമെൻ്റ് എടുത്ത് സാറ് ഒതുങ്ങാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ സാറിൻ്റെ സ്വഭാവം ഇന്നിപ്പോൾ ഇവിടെ അറിഞ്ഞിടത്തോളം സാറിൻ്റെ ഈ സ്വഭാവം കൊണ്ട് സാർ ഇവിടെ വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരാളാണെന്ന് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. സാറ് നാടിനും സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ നന്മ ചെയ്യുന്ന ഒരു നല്ല വ്യക്തിത്വമായിട്ട് ഈ കുടുംബത്തോടൊപ്പം സാറിൻ്റെ ഔദ്യോഗിക ജീവിതം കഴിഞ്ഞു. ഇനിയിപ്പം സാറിൻ്റെ കുടുംബജീവിതമാണ്. ഈ കുടുംബജീവിതം ധന്യമായിട്ട് തന്നെ ഈ നാടിനും കുടുംബത്തിനും വിനിയോഗിക്കുവാനായിട്ട് സാറിനെ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, ബഹുമാന്യായ ഉദ്ഘാടകൻ, ബഹുമാനപ്പെട്ട റിട്ടയർമെൻറ്റ് ചെയ്തിരിക്കുന്ന ബഹുമാന്യായ വർക്കി സാറ്, വേദിയിലിരിക്കുന്ന ഏറ്റവും ബഹുമാന്യായ വൈദിക ശ്രേഷ്ഠൻ, ബഹുമാന്യരായ പോലീസ് ഉദ്യോഗസ്ഥർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും നമസ്കാരം.
ഞാൻ വളരെ ഒരുപാട് റിട്ടയർമെൻറ്റ് പരിപാടിയും ഒരുപാട് പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അച്ഛൻ പറഞ്ഞ പോലെ ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. താന്നിക്കൽ കുടുംബത്തിൻ്റെ ആ ഒരു ഒത്തൊരുമയും ഒരു യോജിപ്പും അത് ഞങ്ങൾക്കറിയാം. എനിക്കറിയാം തീർച്ചയായിട്ടും. ഞങ്ങളുടെ പള്ളിയിൽ എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നതുകൊണ്ട് അറിയാം താന്നിക്കൽ കുടുംബം ഒരു വലിയ ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളതും വലിയൊരു സംഭവമാണെന്നുള്ളതും എനിക്ക് അറിയാം. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ദൈവം തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള കാലം വളരെ അനുഗ്രഹപ്രദത്തോടു കൂടി ആയിരിക്കട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഒരു സാഹോദര്യം ഇന്ന് നിലനിൽക്കാത്തതാണ്. ഇന്നത്തെ കാലം ചേട്ടനും അനിയനും അപ്പനും മകനും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും ബഹളവും ഒത്തിരിയടുത്ത് പരാതി തീർക്കാൻ ഞാനും പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇതുപോലൊരു ഒത്തൊരുമ ഒരു കുടുംബം ആ ഒരു കുടുംബം മുന്നോട്ട് ഇതുപോലെ തന്നെ അവരുടെ മക്കളും തലമുറകൾ അത് അങ്ങനെ തന്നെ ആയി വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ. നീ വീട്ടിൽ തന്നെ ഇരിക്കാതെ വല്ല ആത്മീയ കാര്യങ്ങളിലൊക്കെ പങ്കെടുത്ത് പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങാൻ പറയുകയില്ല. കാരണം ഒരു പൊതുപ്രവർത്തനം എന്നും കുത്തും ഒരു 100 കാര്യങ്ങൾ നല്ലത് ചെയ്തിട്ട് ഒരു കാര്യം അല്ലെങ്കിൽ 99 കാര്യം നല്ലത് ചെയ്തിട്ട് 1% ഒന്ന് പോയെങ്കിൽ ഇഷ്ടംപോലെ തെറിയേക്കുന്നതാണ് പൊതുപ്രവർത്തനം. ഞാൻ അനുഭവസ്ഥയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇടയ്ക്കാട്ടൂന്ന് പള്ളിയുണ്ട്. ആ പള്ളിയുടെ നല്ല ആത്മീയ പ്രവർത്തനങ്ങളിലൊക്കെ ആയി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുന്നു. ദൈവം തമ്പുരാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടും അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം.